ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ SITക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ജയശ്രീ എത്തിയത്. കേസിൽ സുപ്രീം കോടതി നേരത്തെ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ചോദ്യം ചെയ്യൽ ഉടൻ ആരംഭിക്കും. സഫ്വാൻ BP വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അന്വേഷണ ഘട്ടത്തിലെ ഒരു പുരോഗതിയാണ്. അറസ്റ്റ് തടഞ്ഞിരുന്നുവെങ്കിൽ കൂടിയും അവരെ ചോദ്യം ചെയ്യലിന് വിലക്കില്ല. ആ നിലയ്ക്ക് ഇപ്പോൾ ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഈ കേസിന്റെ തുടർഗതിയിൽ, ഈ കേസിന്റെ പുരോഗതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ജയശ്രീയിൽ നിന്ന് SITക്ക് അറിയാനുള്ളത്? സൈഫുദ്ദീൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം കടത്തിയ കേസിൽ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത്. ഈ സ്വർണം കടത്തിയ കേസിലെ നാലാം പ്രതിയാണ് ജയശ്രീ. ഇതുവരെ ഈ SIT അന്വേഷണം ആരംഭിച്ചതു മുതൽ നാലാം പ്രതിയായ ജയശ്രീയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. ഇവർക്ക് ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കോടതിയുടെ ആനുകൂല്യത്തിൽ ഇവർക്ക് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് സുപ്രീം കോടതി ഈ മാസം ഇന്നും നാളെയുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 10 മണിയോടുകൂടി ജയശ്രീ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സ്വർണം കടത്തിയ സമയത്ത് 2019 ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു ജയശ്രീ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, ഈ ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയത് ജയശ്രീ ആയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഉത്തരവ് തയ്യാറാക്കിയത് ജയശ്രീ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും കൂടുതൽ വിവരങ്ങളായിരിക്കും ഇന്ന് SIT ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ആരോഗ്യ പ്രശ്നമായ സാഹചര്യത്തിൽ അറസ്റ്റ് തടയണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ചോദ്യം ചെയ്ത ശേഷം അവരെ വിട്ടയക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ജയശ്രീ ഹാജരായത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്നോ നാളെയോ ആയിട്ട് പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് നിർണായകമാണ്. അതിൻ്റെ പരിശോധനാ ഫലവും ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലിൻ്റെ ലഭിക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം തുടർ നടപടി നടക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ, ഈ എന്ത് കാരണത്താലാണ് ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയത്, ഇതിന് പിന്നിൽ ആരാണ്, അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് റിപ്പോർട്ട് കൈമാറുണ്ട എന്ന സാഹചര്യം അടക്കമുള്ള വിവരങ്ങൾ ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിർണായകമാകും. അതിനിർണായകമായൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സൈഫു, ഈ ജയശ്രീയുടെ അറസ്റ്റ് നേരത്തെ സുപ്രീം കോടതി തടഞ്ഞിരുന്നല്ലോ. ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ അവർ കുറ്റക്കാരിയാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ, അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് കൂടുതൽ SITക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും മുരാരിയെയും മറ്റുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത പോലെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് SITക്ക് കടക്കാൻ കഴിയുമോ? നിലവിൽ ഏതായാലും ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലും, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലും 8, 9 തീയതികളിൽ ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അത് അവരുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവർ സമർപ്പിച്ച രേഖകളുടെയും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അവർക്ക് കീഴ്ക്കോടതികൾ നേരത്തെ അറസ്റ്റ് തടഞ്ഞ ഒരു സാഹചര്യം, പിന്നെ സുപ്രീം കോടതിയിലേക്ക് അറസ്റ്റ് തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. സുപ്രീം കോടതി തന്നെയാണ് 2 ദിവസം ഹാജരാകാൻ കഴിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശവും SITക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നും നാളെയും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ജയശ്രീയെ വിട്ടയക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പത്മകുമാർ അടക്കമുള്ള വാസു അടക്കമുള്ള ചോദ്യം ചെയ്ത് ഇവരുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ SITക്ക് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാധ്യതയും, അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കണം SIT. എങ്ങനെയാണോ?
അങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇവർക്ക് നേരത്തെ തന്നെ ഈ കേസിൽ ഇൻവോൾവ്മെന്റ് തെളിയിക്കുന്ന വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണപ്പാളി കടത്താനുള്ള ഉത്തരവ് തയ്യാറാക്കുന്നത് ഈ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലായ അറസ്റ്റിലായ ആളുകളെ പോലെ തന്നെ ഈ കേസിൽ പ്രഥമ ദശ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായ ഒരാൾ കൂടിയാണ് ജയശ്രീ. അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ SIT തയ്യാറാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജയശ്രീ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ സൂചിപ്പിച്ച് കോടതിയെ സമീപിക്കുന്നത്. ആ കോടതിയെ സമീപിക്കുന്നത് സുപ്രീം കോടതി വരെ എത്തിയ സാഹചര്യത്തിൽ ആയിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ്. കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് SIT ഉള്ളത്. അന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് ജയശ്രീ, 4ാം പ്രതിയാണ്. ആ നിലയ്ക്ക് നേരത്തെ തന്നെ അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്കൊക്കെ കടക്കേണ്ടതായിരുന്നു. പക്ഷേ അവരുടെ ആരോഗ്യാവസ്ഥയും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതിയിലും ഒപ്പം സുപ്രീം കോടതി വരെ അവർ പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നും നാളെയും ചോദ്യം ചെയ്യലിലേക്ക്, ചോദ്യമുനയിലേക്ക് എത്തുന്നു ജയശ്രീ. അപ്പോൾ ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം SIT എന്ത് നടപടി സ്വീകരിക്കും ജയശ്രീയുടെ കാര്യത്തിൽ എന്നതാണ് നിർണായകമായ ചോദ്യം.